ആദ്യ റിപ്പോർട്ട് 24-ന് ഏറെ സന്തോഷമുള്ളൊരു വാർത്തയാണ്. അത് പ്രേക്ഷകരിലേക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ എത്തിച്ചതാണ്. അത് ഒരു വിഷമ വാർത്തയായി എത്തിച്ചതാണ്. അതിലേക്ക് ഇന്നത്തേക്ക് അത് സന്തോഷ വാർത്തയായി മാറി എന്നുള്ളതാണ്. മലപ്പുറത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധിക ചക്കിയമ്മയുടെ വീട്ടിൽ വീണ്ടും വെളിച്ചമെത്തിയിരിക്കുന്നു. പ്രായാധിക്യവും രോഗവും മൂലം ബില്ലടയ്ക്കാൻ സാധിക്കാതെ വന്നതോടെ ചക്കിയമ്മയുടെ വൈദ്യുതി കണക്ഷൻ KCB വിച്ഛേദിച്ചത് 24 ആണ് അത് റിപ്പോർട്ട് ചെയ്തത്. 24 പണമടച്ചതോടെ KCB ആ കണക്ഷൻ പുനഃസ്ഥാപിക്കുകയായിരുന്നു. മെയ് മാസത്തിലെ ബില്ലടയ്ക്കാൻ സാധിക്കാതെ വന്നതോടെയാണ് KCB ഫ്യൂസ് ഊരിയത്. അതുവരെ ചക്കിയമ്മയ്ക്ക് വൈദ്യുതി സൗജന്യമായിരുന്നു. പെട്ടെന്ന് കറണ്ടില്ലാതായതോടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ചക്കിയമ്മ പ്രതിസന്ധിയിലായി. ഇന്നലെ ചക്കിയമ്മയുടെ ദുരവസ്ഥ സംപ്രേഷണം ചെയ്തപ്പോൾ തന്നെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നിർദ്ദേശം നൽകി. KCB ഓഫീസിൽ വിളിച്ചു പറയൂ, ഈ പണം എത്രയാണെന്ന് പറയൂ, നമ്മൾ അടയ്ക്കാം. പക്ഷേ അതേസമയം അവരുടേതല്ലാത്ത കാരണം കൊണ്ട് അവർ ഈ സ്കീമിൻ്റെ പുറത്തായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അവരെ സ്കീമിൻ്റെ അകത്താക്കേണ്ട ജോലി KCB ഏറ്റെടുക്കണമെന്ന് നമ്മൾ പറയുന്നുവെന്നും അവരോട് പറയുക. ഇന്നലെ തന്നെ പണമടച്ച് ചക്കിയമ്മയുടെ വീടുൾപ്പെടുന്ന ചാലിയാർ പഞ്ചായത്തിലെ അകമ്പാടം KCB ഓഫീസിൽ വിവരമറിയിച്ചു. രാവിലെ ഉദ്യോഗസ്ഥരെത്തി കണക്ഷൻ പുനഃസ്ഥാപിച്ചു. ഇത് കുറേ കാലമായിട്ട് DC ആയിട്ട് കിടക്കുകയായിരുന്നു. അതായത് പൈസ അടയ്ക്കാതെ ഇത് കിടക്കുകയായിരുന്നു. 24-ൻ്റെ ആൾക്കാർ വന്ന് അതിൻ്റെ പൈസ അടച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മൾ കണക്ഷൻ പുനഃസ്ഥാപിക്കുകയും ഇത് ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട് 40 യൂണിറ്റിൽ താഴെയായിരുന്നു അതുവരെ ഇതിൻ്റെ കണക്ഷൻ ഉണ്ടായിരുന്നത്. അതുവർക്ക് അപ്പോൾ അത് ഫ്രീ ആയിരുന്നു. 40 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായി ലഭിക്കുന്ന കണക്ഷനായിരുന്നു ചക്കിയമ്മയ്ക്കുണ്ടായിരുന്നത്. ഉപഭോഗം അതിനു മുകളിലെത്തിയപ്പോഴാണ് ബിൽ വന്നത്. എന്നാൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വരുമാനമില്ലാത്ത രോഗിയായ ചക്കിയമ്മയ്ക്ക് പണമടയ്ക്കാൻ സാധിച്ചിരുന്നില്ല. 2 ബൾബ് മാത്രം ഉപയോഗിക്കുന്ന ചക്കിയമ്മയ്ക്ക് അധിക ചാർജ് വന്നതെങ്ങനെയെന്ന് KCB അന്വേഷിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. വീണ്ടും വെളിച്ചമെത്തിയല്ലോ, ചക്കിയമ്മ ഹാപ്പിയാണ്. KCBയോടും വൈദ്യുതി മന്ത്രിയോടും ഒരു അപേക്ഷ. ചക്കിയമ്മയുടേതിന് സമാനമായ കേസുകളെ പ്രത്യേക കേസുകളായി പരിഗണിച്ച് അവരുടെ കണക്ഷൻ റദ്ദു ചെയ്യുന്ന നടപടി അവസാനിപ്പിക്കണം. 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ആ അമ്മയ്ക്ക് സന്തോഷമായി എന്ന് പറയുമ്പോൾ നമുക്കും വലിയ സന്തോഷമാണ്. എന്തായാലും അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകട്ടെ കൂടുതലായി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി KCBയുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയാണ്. ഇത് KCBയിലെ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് ഈ റിപ്പോർട്ട്. സംസ്ഥാനത്ത് വൈദ്യുതി അപകടങ്ങളും മരണങ്ങളും ഒക്കെ വർദ്ധിക്കുമ്പോഴും അത് തടയാൻ മതിയായ ജീവനക്കാരില്ല KCBയിൽ എന്നതാണ് ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുടെ ഒക്കെ ആക്ഷേപം. തസ്തികയിൽ 200ഓളം ഒഴിവുകൾ ഉണ്ടായിട്ടും 2022 KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ റാങ്ക് ലിസ്റ്റിലെ നിയമ നടപടികൾ വൈകുകയാണ് എന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു. ജീവനക്കാരുടെ കുറവ് കാരണം ദൈനംദിന പ്രവർത്തനങ്ങളെ അത് ബാധിക്കുകയാണ് എന്ന് കാണിച്ച് KCB എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ വൈദ്യുതി മന്ത്രിക്ക് കത്തയച്ചിട്ടും നടപടി ഉണ്ടായില്ല. സർക്കാർ കാണിക്കുന്നത് കടുത്ത അനീതിയാണെന്നും ജീവിതം തന്നെ ഇരുട്ടിലാണെന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു. മനുഷ്യരെ ഇരുട്ടിലാക്കുന്ന, മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്ന ഉദ്യോഗസ്ഥ ക്ഷാമം എത്ര നാൾ നമ്മൾ സഹിക്കും? പറഞ്ഞു വരുന്നത് KCBയെ കുറിച്ചാണ്. പെരുമഴക്കാലത്തും അവർക്ക് പഴയ പല്ലവി തന്നെയാണ്, ആളില്ല. ആളില്ലാത്തതാണോ ഒഴിവുകൾ നികത്താത്തതാണോ എന്നതാണ് ചോദ്യം. ഏറ്റവും ഒടുവിലായി 2022 KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ചുരുക്കം പേർക്ക് മാത്രമാണ് PSC നിയമനം നൽകിയത്. 227 പേർ മാത്രമാണ് അഡ്വൈസ് മെമ്മോ ലഭിച്ച് ജോലിയിൽ പ്രവേശിച്ചത്. പിന്നീട് ഒഴിവുകൾ ഉണ്ടായിട്ടും PSC അത് നികത്തിയിട്ടില്ല എന്ന് നിയമസഭാ രേഖകൾ തന്നെ പറയുന്നു. നിലവിൽ പ്രൊമോഷൻ, റിട്ടയർമെന്റ് അടക്കം വലിയ എണ്ണം ഒഴിവന്നിട്ടും അത് എന്ന് നികത്തുമെന്ന ചോദ്യത്തിന് ബോർഡിന്റെ കയ്യിൽ ഉത്തരമില്ലെന്ന് ഉദ്യോഗാർത്ഥികൾ. വേക്കൻസികൾ എന്ന് റിപ്പോർട്ട് ചെയ്യുമെന്നുള്ള ചോദ്യങ്ങൾക്കും വിവരാവകാശ നിയമങ്ങൾക്കും യാതൊരുവിധ വാല്യൂം തരാതെയാണ് ബോർഡിന്റെ സൈഡിൽ നിന്നും ഇതുവരെ ഉണ്ടായ തീരുമാനം. തുടർന്ന് വരുന്ന വൈദ്യുതി അപകടങ്ങളും സെക്ഷനുകളിൽ മതിയായ വിധം ഓഫീസേഴ്സ് ഇല്ലാത്തതും എന്തുകൊണ്ടാണെന്നുള്ള ഉത്തരങ്ങൾക്ക് വളരെ വ്യക്തമാണ്. ഡയറക്റ്റ് കോട്ടയിൽ PSC എഴുതി കയറിയ ഉദ്യോഗാർത്ഥികളിൽ നിന്നുള്ള ഇത്രയും വലിയ ഒരു ഹ്യൂജ് വേക്കൻസീസ് ഇപ്പോൾ തന്നെ നിലവിലുള്ളത്. വിവരാവകാശത്തിലൂടെ ചോദിച്ചാലും എത്ര ഒഴിവുകളുണ്ടെന്ന് വ്യക്തമാക്കില്ല. മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടും ഒഴിവുകളുടെ കാര്യത്തിലോ അത് നികത്തുന്ന കാര്യത്തിലോ വ്യക്തമായ മറുപടി ലഭിക്കുന്നില്ലെന്ന് ഉദ്യോഗാർത്ഥികൾ. 2025 ഓഗസ്റ്റിലെ ലാസ്റ്റ്
പ്രകാരം പറഞ്ഞ വേക്കൻസി എന്ന് പറയുന്നത് 100 എന്നുള്ളത് 170 ആയിട്ടുണ്ട്. അതായത് ബോർഡിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായി എത്ര ഒഴിവുകളുണ്ട് എന്ന് നമുക്ക് കൃത്യമായി ഒരു മറുപടി ബോർഡ് തരുന്നില്ല. 2022 KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇപ്പോൾ നിയമനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇനിയൊരു ടെക്നിക്കൽ എക്സാം എഴുതാൻ പ്രായപരിധി കൊണ്ട് കഴിയാത്തവരാണ്. ബോർഡും സർക്കാരും കാണിക്കുന്നത് കടുത്ത അനീതിയാണെന്നും ഇവർ പറയുന്നു. ഇടതുപക്ഷ സർക്കാർ 6 മാസത്തിനകം ഉണ്ടായേക്കാവുന്ന വേക്കൻസി അടക്കം റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ടായ സാഹചര്യത്തിൽ പോലും ഇത്തരം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് ഞങ്ങൾ ഉദ്യോഗാർത്ഥികളോട് ചെയ്യുന്ന കടുത്ത അനീതിയാണ്. വൈദ്യുത അപകടങ്ങൾക്കും സെക്ഷനുകളിൽ ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയാത്തതിനും കാരണം ആൾക്ഷാമം തന്നെയാണെന്നാണ് ഇതോടെ വ്യക്തമാകുന്നത്. KCBയിൽ അടിയന്തര തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പാക്കുകയും ചെയ്യേണ്ട തസ്തികകളിലെല്ലാം ആൾക്ഷാമം രൂക്ഷമാണെന്നാണ് കണക്കുകൾ ബോധിപ്പിക്കുന്നത്. അടിയന്തരമായി 2022 KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ റാങ്ക് പട്ടികയിലടക്കം നിയമനങ്ങൾ പൂർത്തിയാക്കാൻ സർക്കാർ തയ്യാറാകണം. അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളുടേത് മാത്രമല്ല, ജനങ്ങളുടെ ജീവിതവും ഇരുട്ടിലാകും. മനീഷ് മഹിപാൽ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. നമുക്കിനി ഒന്ന് പന്തളത്തേക്ക് പോകാം. അവിടെ UDFന്റെ ശബരിമല വിശ്വാസ സംരക്ഷണ മഹാസംഗമം നടക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവിടെ സംസാരിക്കുന്നു. അതിലേക്ക് തത്സമയം. ഹൈക്കോടതി പറഞ്ഞു ഇവർക്കെല്ലാം അറിയാമായിരുന്നു അവിടെ ഇത് നടന്നുവെന്ന്. അതെല്ലാം ഇവർ മൂടി വെച്ചു, വലിയ കളവ് നടത്തി. 2025 ഇത് വീണ്ടും എടുത്ത് പൂശാൻ വേണ്ടി ശ്രമിച്ചു. എന്തിനാണ് 5 കൊല്ലം കഴിഞ്ഞപ്പോ വീണ്ടും സ്വർണം പൂശുന്നത്? അന്ന് നടത്തിയ കളവ് നമുക്കറിയാം. കള്ളന്മാർക്ക് ഒരു കുഴപ്പമുണ്ട്. കള്ളന്മാര് നടത്തിയ കളവ് ആരും അറിഞ്ഞില്ലെങ്കിൽ അവര് പിന്നെ എന്ത് ചെയ്യും? വീണ്ടും കക്കാൻ പോകും, അല്ലേ? അപ്പൊ 2019 പൂശിയ ഈ സ്വർണം പൂശിയ ഈ പാളികൾ വീണ്ടും സ്വർണം പൂശാൻ 6 കൊല്ലത്തിനകം ഈ ദേവസ്വം ബോർഡിനൊരു ബോധോദയം ഉണ്ടായി. എന്തിനാ? വീണ്ടും കക്കാൻ. തിരുവാഭരണം കമ്മീഷന്റെ ഒരു കത്തുണ്ട്. ഞാൻ വിധി മുഴുവൻ വായിച്ചതാണ്. എന്താ തിരുവാഭരണം കമ്മീഷന്റെ കത്ത്? മദ്രാസിലെ കമ്പനിക്ക് കൊടുക്കരുത്, അത് പ്രാപ്തരല്ല. 2, ശബരിമല സന്നിധിയിൽ വെച്ച് തന്നെ സ്വർണം പൂശണം പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു 10 ദിവസത്തിനകം തിരുവാഭരണം കമ്മീഷണർ മറുകണ്ഠൻ ചാടി. എന്താ കാര്യം? തിരുവാഭരണം കമ്മീഷണർ മറുകണ്ഠൻ ചാടാൻ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോഴത്തെ ഒന്നും അറിയില്ല എന്ന് രാമനാരായണ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു കത്ത് കൊടുത്തു തിരുവാഭരണം കമ്മീഷൻ. ഇവിടെ വെച്ച് നന്നാക്കിയാൽ പോരാ, പോറ്റി കൊണ്ടുപോകണം. ഏത് പോറ്റി? ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോകണം എന്ന് കത്ത് കൊടുത്തു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിലാണ് 2019 ശബരിമലയുടെ സ്വർണം പൊട്ടിച്ചത് എന്നറിയാവുന്ന ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഈ ദേവസ്വം മന്ത്രിയും കൂടി വീണ്ടും തിരുവാഭരണം കമ്മീഷന്റെ കത്ത് മറികടന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വീണ്ടും മദ്രാസിലേക്ക് കൊടുത്തുവിടാൻ തീരുമാനമെടുത്തു. അതിനാണ് ഞങ്ങൾ പറഞ്ഞത് വാസവൻ രാജിവെക്കണം, ഈ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം എന്ന് UDF പറഞ്ഞത്. അതുകൊണ്ടാണ് വീണ്ടും കക്കാൻ പറയുന്നത്. അയ്യപ്പൻ ഇടപെട്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ വീണ്ടും ഇത് വിൽക്കേണ്ടത്. അയ്യപ്പന്റെ തങ്കവിഗ്രഹം കൂടി അടിച്ചുകൊണ്ടുപോയത്. അയ്യപ്പൻ അറിയാം അത് സംഭവിക്കുമെന്ന്. അയ്യപ്പൻ ആക്ട് ചെയ്തുകൊണ്ടാണ്, ഇതെല്ലാം പുറത്തു വന്നതുകൊണ്ടാണ് ഇത് നടന്നത്. ഇപ്പൊ ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയാ, എനിക്ക് കുറച്ച് കിട്ടിയുള്ളൂ, ബാക്കി മുഴുവൻ അവന്മാരെ അടിച്ചുകൊണ്ടുപോയത്. ഏതവന്മാരെ അടിച്ചുകൊണ്ടുപോയത്? പറയണം പിണറായി വിജയൻ. ആരാണ് അടിച്ചുകൊണ്ടുപോയതെന്ന് നിങ്ങൾക്കറിയാം. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അയ്യപ്പന്റെ സ്വർണവും അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹവും ആരാണ് തട്ടുകൊണ്ടുപോയി വിറ്റത് എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് പറയണം. അത്രയും വലിയ കവർച്ചയാണ്, ഭക്തരുടെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കിയ സ്വർണ്ണക്കൊള്ളയാണ് നിങ്ങൾ ശബരിമലയിൽ നടത്തിയത്. നിങ്ങൾ എന്നിട്ട് കപട അയ്യപ്പ ഭക്തിയുമായി നിങ്ങൾ പമ്പയിലേക്ക് പോകുന്നു. ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്താണ്? നിങ്ങൾക്ക് അയ്യപ്പ ഭക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം നിങ്ങൾ പിൻവലിക്കണം. തയ്യാറുണ്ടോ കേരളത്തിലെ മുഖ്യമന്ത്രി? ശബരിമലയിലെ സമരമുണ്ടായപ്പോൾ ആയിരക്കണക്കിന് സ്ത്രീകളടക്കം നാമജപഘോഷയാത്ര നടത്തിയതിന് എടുത്ത കേസുകൾ പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾ പറയണം, ഈ ദേവസ്വം മന്ത്രിയെ രാജിവെപ്പിക്കണം, ഈ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം. ഈ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം കൂട്ടുനിന്ന കുറെ ഉദ്യോഗസ്ഥന്മാർ, ഇവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ
ഇത് കഴിഞ്ഞപ്പോൾ അവരെ ഏറ്റുമാനൂർ അമ്പലത്തിലേക്ക് വിട്ടു. ആ സെറ്റിന് ഏറ്റുമാനൂർ അമ്പലത്തിൽ ആദ്യം സ്വർണം കെട്ടിയ രുദ്രാക്ഷമാല പോയി. പക്ഷേ ശബരിമല ഏറ്റുമാനൂരും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ശബരിമലയിൽ സീസണിൽ 1-ാം തീയതി ആവുള്ളൂ. പതുക്കെ 7 പൊന്നാന മഹാദേവന്റെ 7 പൊന്നാന പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാ. പക്ഷെ ഏറ്റുമാനൂരിൽ ഭക്തരും ജനങ്ങളും അമ്പലം വളഞ്ഞു കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഏറ്റുമാനൂരിലെ മഹാദേവന്റെ 7 പൊന്നാന ഏതെങ്കിലും കോടീശ്വരന്റെ വീട്ടിലിരുന്ന് അത് വിൽക്കുമായിരുന്നു. സമം വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. കൊള്ള ചെയ്യുന്നവന്റെ ഭഗവാന്റെ സ്വർണം കൊള്ള ചെയ്തവന്റെ കമ്മീഷൻ അടിക്കുന്ന ആളുകളുള്ള നേതൃത്വമാണ് കേരളത്തിലെ ഗവൺമെന്റിനുള്ളത്. അതിനെതിരായിട്ടുള്ള കേരളത്തിലെ ഭക്തരുടെ പ്രതിഷേധമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി പ്രകടിപ്പിക്കുന്നത്. ഞങ്ങൾ ഇതിൽ നിന്ന് പിന്നോട്ട് പോകില്ല. ഇതിലെ യഥാർത്ഥ കുറ്റവാളികളെ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതുവരെ, ഈ കവർച്ച ചെയ്ത സാധനങ്ങൾ മുഴുവൻ അയ്യപ്പന്റെ ക്ഷേത്ര സന്നിധിയിൽ തിരിച്ചെത്തുന്നതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഈ സമരവുമായി മുന്നോട്ട് പോകും. അയ്യപ്പ ഭക്തരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട്, അവരുടെ ഉത്കണ്ഠ മനസ്സിലേക്കിക്കൊണ്ട്, അവരുടെ സങ്കടങ്ങൾ, അവരുടെ കണ്ണുനീര്, അവരുടെ അവരിട്ട കാണിക്കയിൽ നിന്നുണ്ടാക്കിയ ഈ സമ്പാദ്യം മുഴുവൻ കട്ടുമുടിച്ചവന്മാർക്കെതിരായ ഈ നിരന്തരമായ നമ്മുടെ പോരാട്ടം തീർച്ചയായും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഒരു സംശയവും. ഇനി ഇതിന്റെ അവസാന നാളുകളാണ്. ഈ ഗവൺമെന്റിന്റെ അവസാന നാളുകളാണ്. ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, ഈ കേസുകൾ പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ ആ കേസുകളിൽ പ്രതികളായ ഭക്തജനങ്ങൾ വിഷമിക്കേണ്ട. 2026 ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരും. അന്ന് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ UDF സർക്കാർ ആദ്യത്തെ മാസം ഈ കേസുകൾ മുഴുവൻ പിൻവലിക്കും. ഞങ്ങളുടെ വാക്കാണ്. UDF-ന് വേണ്ടി, കോൺഗ്രസിന് വേണ്ടി ഞങ്ങൾ തരുന്ന വാക്കാണ്. വേദിയിലിരിക്കുന്ന മുഴുവൻ നേതാക്കൾക്കും വേണ്ടി ഞങ്ങൾ തരുന്ന വാക്കാണ്. ആ കേസുകൾ പിൻവലിക്കും. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. മുഴുവൻ നേതാക്കളും ഇവിടെയുണ്ട്. ഈ ജാഥയിൽ ആ ജാഥ നയിച്ച മുഴുവൻ നേതാക്കന്മാരെ, പ്രത്യേകിച്ച് ശ്രീ അടൂർ പ്രകാശിനെയും കൊടിക്കുന്നിൽ സുരേഷിനെയും പ്രിയങ്കരനായ ശ്രീ ബെന്നി ബഹനാനെയും ഗുരുവായൂരിൽ നിന്ന് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ കെ മുരളീധരനെയും എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. വൈസ് ക്യാപ്റ്റന്മാരെ, ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണി സംഘടിപ്പിച്ച ഈ പദയാത്ര ഗംഭീര വിജയമാക്കി മാറ്റിയ മുഴുവൻ UDF പ്രവർത്തകരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ വിശ്വാസ സംഗമ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും. UDF-ന്റെ ശബരിമല വിശ്വാസ സംരക്ഷണ മഹാസംഗമം പന്തളത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VD സതീശൻ. പ്രതിപക്ഷ നേതാവ് സർക്കാരിനെതിരായ വിമർശനമാണ് പ്രസംഗത്തിലുടനീളം ഉയർത്തിയത്. എന്തായാലും നിലവിലത്തെ വിവാദങ്ങളിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തുവരാനുണ്ട്. ആരാണ് ദേവന്റെ സ്വർണം അടിച്ചു മാറ്റിയത് എന്ന് മുഖ്യമന്ത്രി പറയണം എന്നതടക്കമുള്ള ചോദ്യങ്ങളുമായാണ് അവിടെ UDF നേതാക്കൾ അണിനിരക്കുന്നത്. കല്ലായിപ്പുഴയുടെ ഉത്ഭവസ്ഥാനം നാശത്തിന്റെ വക്കിലാണ്. കയ്യേറ്റവും സംരക്ഷണവുമില്ലാതെയാണ് മുത്താച്ചിക്കുണ്ട് നശിക്കുന്നത്. മുത്താച്ചിക്കുണ്ടിന്റെ സംരക്ഷണത്തിനായി ഇടപെടൽ ആവശ്യപ്പെടുകയാണ് കല്ലായിപ്പുഴയെ സ്നേഹിക്കുന്നവർ. കല്ലായിപ്പുഴ ഒഴുകി തുടങ്ങുന്നത് മുത്താച്ചിക്കുണ്ടിൽ നിന്നാണ്. ചരിത്രത്തിൽ ഇടം പിടിച്ചതാണ് ഈ മുത്താച്ചിക്കുണ്ട്. പെരുവയൽ പഞ്ചായത്തിലാണ് മുത്താച്ചിക്കുണ്ട്. നരിയോറ മലയ്ക്കു താഴെയുള്ള മുത്താച്ചിക്കുണ്ടിൽ നിന്ന് ചെറിയ തോടുകളിലൂടെ ഒഴുകി മാമ്പുഴയിലെത്തി പിന്നീട് കല്ലായിപ്പുഴയായി മാറുന്നു. എന്നാൽ ഇന്ന് മുത്താച്ചിക്കുണ്ടിന്റെ അവസ്ഥ ഇതാണ്. കയ്യേറ്റം തന്നെയാണ് പ്രധാന പ്രശ്നം. ഏറെക്കാലമായി ഇവിടം സംരക്ഷിക്കപ്പെടണമെന്ന ആവശ്യമുയരുന്നുണ്ട്. പക്ഷേ നടപടിയൊന്നും ഉണ്ടാകുന്നില്ല. മുണ്ടക്കലുള്ള മുത്താച്ചിക്കുണ്ട് എന്ന് പറയുന്ന സ്ഥാനത്താണ് കല്ലായിപ്പുഴയുടെ ഉത്ഭവം എന്ന് പറയുന്നുണ്ട്. ആ കല്ലായിപ്പുഴ ഇപ്പോൾ കൂടെ സൂക്ഷിച്ച് കല്ലായിപ്പുഴ ഇല്ലാതെയായി തീരുക ചെയ്യുന്നത്. ഭാവിയിലെ തലമുറക്ക് കല്ലായിപ്പുഴ എന്താണോ ഏതാണോ എന്ന് പറഞ്ഞെടുക്കാൻ ഒരു മാർഗവുമില്ലാത്ത അവസ്ഥയിലേക്കാണ് കല്ലായിപ്പുഴയുടെ അവസ്ഥ ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ആ കല്ലായിപ്പുഴ എങ്ങനെയും സംരക്ഷിക്കണമെങ്കിൽ നമ്മുടെ നദീ സംരക്ഷണ സമിതി എല്ലാവരും കൂടെ ചേർന്ന് ഗവൺമെൻറ് അതിൽ എന്തെങ്കിലും ഒരു നടപടി എടുക്കാതെ കല്ലായിപ്പുഴ ഒരിക്കലും മുന്നോട്ട് ഒരു പുഴയായിട്ട് മുന്നോട്ട് ഒരിക്കലും പോവില്ല.
സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലൂടെ ഒഴുകുന്ന ഭാഗങ്ങളിലാണ് കയ്യേറ്റമേറെയുള്ളത്. ഈ സ്ഥലങ്ങൾ ഏറ്റെടുക്കണമെന്ന ആവശ്യവും നിരന്തരം ഉയർന്നു വന്നിരുന്നു. പെരുവയൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപടികൾ ആരംഭിച്ചെങ്കിലും ഒന്നും നടപ്പായില്ല. കല്ലായിപ്പുഴ മാലിന്യം വഹിച്ചാണ് ഒഴുകുന്നത്. പുഴയെ സംരക്ഷിക്കാൻ നിരവധി പദ്ധതികളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം എന്നത് ഉത്ഭവസ്ഥാനം സംരക്ഷിക്കുക എന്നത് തന്നെയാണ്. മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും നമുക്കറിയാം, ചരിത്രം പേറുന്നൊരു പുഴയാണ് കല്ലായിപ്പുഴ. അത് നാശത്തിന്റെ വക്കിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഏറെ വിഷമമുള്ള സംഭവമാണ്. നാട്ടുകാർക്ക് ഇനിയും ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് കേൾക്കാം. മണ്ണിടിഞ്ഞിട്ടും മറ്റ് അനധികൃത നിർമ്മാണങ്ങൾ പലതും നടക്കുന്നതിനുകൊണ്ട് അതിനകത്ത് വേനൽക്കാലത്ത് വെള്ളം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുക. പണ്ട് വേനൽക്കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ സ്ഥിരമായിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഈ മുത്താച്ചിക്കുണ്ട്. അപ്പോൾ അത് ഇവിടെ ഒരുപാട് കൃഷിക്കാർക്കും എല്ലാവർക്കും വലിയ ഉപകാരമായിരുന്നു. പിന്നെ അനധികൃത നിർമ്മാണം മുകളിൽ നടന്ന് അവിടെ കിണറുകൾ കുഴിച്ച് വെള്ളം മുഴുവൻ അങ്ങോട്ട് എടുക്കുന്നത് കൊണ്ട് അവിടെ വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. മുത്താച്ചിക്കുണ്ടിന് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടക്ക പ്രദേശത്ത് ഒരു ഇതാണ്. അത് സംരക്ഷിച്ചില്ലെങ്കിൽ ഭയങ്കര കല്ലായിപ്പുഴ വരെ ഉണ്ടാവില്ല. മുണ്ടകമറ്റേ സർക്കാർ ഏറ്റെടുക്കുക, അത് മുന്നോട്ട് കൊണ്ടുപോവുക. സ്ഥലം ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ കീഴിലാണ് ഇപ്പോൾ ഉള്ളത്. അത് പഞ്ചായത്തിന്റെ പൊതുവായിട്ടുള്ള സംവിധാനമല്ല. അതുകൊണ്ട് തന്നെ അത് പഞ്ചായത്തിൻ്റെതാക്കി മാറ്റുക എന്നുള്ള നടപടിക്രമത്തിലേക്കാണ് പഞ്ചായത്ത് ആദ്യമായിട്ട് പോകുന്നത്. അത് അവർ തരാൻ ബില്ലിംഗ് ആണെങ്കിൽ നമുക്കത് പഞ്ചായത്ത് അത് ഏറ്റെടുത്ത് അതിൻ്റെ ഉത്ഭവ സ്ഥലം ഒരു നല്ലൊരു സ്ഥലമാക്കിയിട്ട് അല്ലെങ്കിൽ അതിനെ നമുക്ക് സംരക്ഷിക്കുന്ന രീതിയിലേക്ക് ആ സംവിധാനത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട്. തുടർന്ന് അതിലൂടെ വരുന്ന വെള്ളമെല്ലാം തന്നെ നിലവിലുണ്ടായിരുന്ന നീർച്ചാലുകളെല്ലാം തന്നെ അടഞ്ഞിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് തുറക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികളും ആവിഷ്കരിക്കാൻ വേണ്ടി പഞ്ചായത്ത് തയ്യാറായിട്ടുണ്ട്. ഈ നീർച്ചോലകൾ പോയിക്കൊണ്ടിരിക്കുന്ന ഏതാണ്ട് 3 അടിയോളം വീതി ഉണ്ടായിരുന്ന തോടുകളൊക്കെ ഇന്ന് ശുഷ്കിച്ച് ഈ അരയടി ഒരടി എന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് ആളുകൾ പലരും ഈ സ്ഥലത്തിൻ്റെ ഭാഗമായിട്ട് വരമ്പ് വെട്ടിച്ച് തോടിൻ്റെ വീതി കുറയുകയും തോട് ഇപ്പോൾ അരയടി ഒരടി എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി വയനാട്ടിലേക്കാണ്. ഒരു വ്യത്യസ്തമായ പ്രതിഷേധം ഇന്നിവിടെ നടന്നു. അത് ഒരു ജനകീയ വിഷയത്തിൽ തന്നെയാണ്. വയനാട്ടിൽ ഇന്ധനക്ഷാമം മൂലം KSRTC ബസ് സർവീസുകൾ നിർത്തിയതിനെതിരെയായിരുന്നു ആ പ്രതിഷേധം. കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിൽ KSRTCക്കായി KSU പിച്ചതണ്ടൽ സമരമാണ് നടത്തിയത്. സുജിത് അയ്യപ്പ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വയനാട് ജില്ലയിൽ വലിയ ഇന്ധനക്ഷാമമാണ് KSRTCയിൽ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും സർവീസ് തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും കൽപ്പറ്റ ഡിപ്പോയിലാണ് വലിയ പ്രതിസന്ധി നേരിടുന്നത്. 20ഓളം സർവീസുകൾ മൊത്തം മുടക്കേണ്ടി വന്നു. മാത്രമല്ല മാനന്തവാടിയിലും ബത്തേരിയിലും സമാനമായ സ്ഥിതിയുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ സർക്കാർ തലത്തിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. പക്ഷേ ഇതുവരെയും പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. പല സർവീസുകളും രാവിലെ മുതൽ മുടങ്ങുന്ന അവസ്ഥയുണ്ട്. ഈ സാഹചര്യത്തിലാണ് KSUവിന്റെ നേതൃത്വത്തിൽ ഒരു സമരം നടക്കുന്നത്. സമരം പിച്ചതണ്ടൽ സമരം എന്നുള്ള പേരിലാണ് അവർ അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം KSRTCക്ക് ഈ പണം പിരിച്ചു നൽകും എന്നുള്ളതാണ് പറയുന്നത്. ഒരു ചട്ടിയും എടുത്തുകൊണ്ട് അവരിങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ സൂചകമായി തന്നെ ഇത്തരത്തിലൊരു പ്രതിഷേധ സമരം സംഘടിപ്പിക്കുകയാണ്. അതായത് നിരവധി സർവീസുകൾ മുടങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ ഇങ്ങനെ സമരത്തിലേക്ക് പോകാനുള്ള കാരണം? ഈ വയനാട്, പ്രത്യേകിച്ച് വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റാണ്. നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നമുക്കറിയാം, വലിയ ദുരന്തം നടന്ന ചൂരൽമല മേഖലയിലും അതുപോലെ തന്നെ സുഗന്ധഗിരി ഉൾപ്പെടെയുള്ള മേഖലകളിൽ വയനാട്ടിൽ മറ്റൊരു ആശ്രയമില്ല. KSRTC മാത്രമാണ് അവർക്കൊരു യാത്രാ ആശ്രയം എന്ന് പറയുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഡീസൽ തീർന്നുപോയി എന്നൊരു കാരണം കൊണ്ട് KSRTC സർവീസുകൾ പല സർവീസുകളും നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അത് മറ്റുള്ള ജില്ലകളെ പോലെയല്ല. വയനാട് പോലുള്ള ജില്ലയെ അത് വളരെ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കും. കാരണം രാവിലെ ജോലിക്ക് വന്ന ആളുകൾ വൈകുന്നേരം അവർ സ്ഥിരമായി പോകുന്ന ബസ്സില്ല, അല്ലെങ്കിൽ ഡീസൽ ഇല്ല എന്നതിന്റെ പേരിൽ ആ ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ വയനാട് പോലുള്ള ജില്ലയിലൊക്കെ സംഭവിക്കുന്നത് തികച്ചും ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രയാസത്തിലാണ് KSRTC ഉള്ളതെങ്കിൽ അതിന് വേണ്ട പൈസ ഞങ്ങൾ കേരള വിദ്യാർത്ഥി യൂണിയൻ ജില്ലയിൽ പല പ്രദേശത്തും വരുന്ന ദിവസങ്ങൾ പിരിച്ചുകൊണ്ട് ഇത്തരത്തിൽ പിച്ച തെണ്ടിക്കൊണ്ടാണെങ്കിലും ഞങ്ങൾ KSRTCക്ക് അയച്ചു കൊടുക്കുന്നതാണ്. ഉടനെ എത്രയും പെട്ടെന്ന് തന്നെ ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. വയനാട് ജില്ലയിലേക്ക് ഡീസൽ എത്തുന്നത് കർണാടകയിൽ നിന്നാണ്. കർണാടകയിൽ നിന്ന് എത്തുന്ന ഡീസൽ അത് ടാക്സുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് പ്രതികൂലമായി ബാധിച്ചത്. വയനാട് ജില്ലയിൽ മാത്രമാണ് KSRTCയിൽ ഈ ഒരു പ്രശ്നം ബാധിച്ചിരിക്കുന്നത്. ഇതിന് പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് ഈ മന്ത്രിയുടെ ഓഫീസ് അടക്കം ഇടപെട്ടുകൊണ്ട് അത്തരത്തിൽ പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ സർവീസ് പുനരാരംഭിക്കാൻ വേണ്ടി കഴിയാത്ത സാഹചര്യമുണ്ട്. പല സർവീസുകളും മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി KSU മുന്നോട്ട് വന്നിട്ടുള്ളത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.
ഇനി മലപ്പുറത്തേക്കാണ്. മലപ്പുറം ചാലിയാറിൽ നെല്ലിന് അപൂർവ രോഗം. നെൽപ്പാടങ്ങൾ കരിഞ്ഞുണങ്ങി കർഷകർ വലിയ ദുരിതത്തിലായിരിക്കുകയാണ്. കാട്ടുപന്നിയുടെ ശല്യവും കർഷകർക്ക് അവിടെ പ്രതിസന്ധിയാകുന്നുണ്ട്. ചാലിയാർ പഞ്ചായത്തിലെ ഏറ്റവും വലിയ പാടശേഖരമാണിത്. സ്വന്തവും പാട്ടത്തിലെടുത്തതുമായ സ്ഥലത്തായി 35ഓളം പരമ്പരാഗത നെൽകർഷകരാണ് കൃഷി ചെയ്യുന്നത്. അതിൽ 10 പേരുടെ വിള പൂർണ്ണമായും നശിച്ചു. കൃഷി നശിച്ചതോടെ കൃഷി ആവശ്യത്തിനായി വരുത്തിയ കടം എങ്ങനെ വീട്ടുമെന്നാണ് ആശങ്ക. കർഷകർക്ക് പ്രത്യേക പാക്കേജിൽ ഉൾപ്പെടുത്തി നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാണ് ആവശ്യം. നമ്മുടെ ഈ പെരുമ്പത്തൂർ പാടശേഖരം ഏതാണ്ട് ഒരു 30-35 ഏക്കർ നെല്ല് ഈ കൊയ്യാനായി പാകായ നെല്ലായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു അസുഖം വന്നിട്ടേ ഈ ഒരു തുരുമ്പിച്ച മാതിരിയാണ് പോവുകയാണ്. കൊയ്യാൻ പാകായ നെല്ല്. ഇപ്പോൾ ഇന്ന് വിഷയം വരാമെന്ന് പറഞ്ഞതാണ്, മഴ കൊണ്ട് നിർത്തിവെച്ചതാണ്. ഈ പെരുമ്പത്തൂർ പാടശേഖരം മൊത്തം ഏതാണ്ട് ഒരു 8-10 ആളെ നെല്ല് ഏതാണ്ട് പരിപൂർണമായിട്ട് ഈ കേട് ബാധിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള നെല്ലിനൊക്കെ സാരമായി ബാധിച്ചിട്ടുണ്ട്. 10-35 കർഷകരുണ്ട് ഈ പെരുമ്പത്തൂർ പാടശേഖരത്തിൽ. 1 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി ചെയ്താൽ സബ്സിഡിയായി കർഷകർക്ക് ലഭിക്കുക 21,500 രൂപയാണ്. ഇത് തന്നെ കൃത്യമായി ലഭിക്കാറുമില്ല. സബ്സിഡി പണം പാട്ടം തുക നൽകാൻ പോലും തികയില്ല എന്നും കർഷകർ പറയുന്നു. രോഗം എന്താണെന്ന് മനസ്സിലാവണില്ല. ഈ ഓഫീസർ പറയുന്നുണ്ട് വളം കൂടിയതാന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തോ ഒരു കീടബാധയാണ്. കതിര് നിരന്ന് അരി ഇങ്ങനെ പാകാകുന്ന സമയത്താണ് ഇപ്പോൾ ഈ കേട് വന്നിട്ടുള്ളത്. ഇതുവരെ ഒരു കുഴപ്പമുണ്ടായില്ല. ഒരു ഭാഗത്ത് നെല്ല് കരിഞ്ഞുണങ്ങുമ്പോൾ മറുഭാഗത്ത് അവശേഷിക്കുന്ന കൃഷി കാട്ടുപന്നികളും നശിപ്പിക്കുകയാണ്. 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. കടന്നൽ ആക്രമണത്തെക്കുറിച്ച് പരാതി നൽകിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന ആക്ഷേപം. കോതമംഗലം കോട്ടപ്പടിയിലാണ് കഴിഞ്ഞ 2 ദിവസമായി വ്യാപകമായി കടന്നൽ ആക്രമണം ഉണ്ടായത്. സമീപത്തെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ ജീവന് പോലും ആപത്താണ് എന്ന് പറഞ്ഞിട്ടും പരിഹാരമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കോട്ടപ്പടി പഞ്ചായത്തിലെ മുട്ടത്തുപാറയിലാണ് കടന്നലും തേനീച്ചയും ശല്യമാകുന്നത്. കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രക്കാരനെ ആക്രമിച്ചതോടെയാണ് വിവരം നാട്ടുകാർ ശ്രദ്ധിക്കുന്നത്. തൊട്ടടുത്ത ദിവസം സാബു എന്ന ക്ഷീരകർഷകന്റെ 4 പശുക്കളും ആക്രമണത്തിനിരയായി. വിഷയം വനം വകുപ്പിനെ അറിയിച്ചപ്പോൾ അഗ്നിരക്ഷാസേനയെ വിളിക്കാനാണ് നിർദ്ദേശിച്ചത്. അഗ്നിരക്ഷാസേന പഞ്ചായത്തിൽ പരാതി പറയാനും പഞ്ചായത്ത് അധികൃതർ വിഷയം കേൾക്കാൻ പോലും നിന്നില്ല എന്ന നാട്ടുകാർ. ആനക്കുളവിടെ കൂടും ഉണ്ട്, വനതേൻ്റെ ഈച്ചയുണ്ട്. ഫോറസ്റ്റുകാരെ വിവരം അറിയിച്ചു, ഫയർഫോഴ്സിനെ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഫോറസ്റ്റുകാരെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ഫോറസ്റ്റുകാരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഒരു കൂട് കത്തിച്ച് കളയണതിന് 3000 രൂപ വെച്ച് 2 കൂടിന് 6000 രൂപ കൊടുക്കണം എന്നുള്ള രീതിയാണ് പറയണത്. അതിപ്പോൾ എസ്റ്റേറ്റുകാരും അതിന് തയ്യാറായിട്ടില്ല. മുട്ടത്തുപാറ സ്കൂളിന് 100 മീറ്റർ മാത്രം അകലെയാണ് കടന്നലും തേനീച്ചയും ആക്രമണം നടത്തിയത്. സംഭവത്തിൽ സ്കൂൾ അധികൃതർ ആശങ്ക അറിയിച്ചെങ്കിലും അധികാരികൾ പരിഗണിച്ചിട്ടില്ല. വിഷയത്തിൽ പ്രതിഷേധവും ശക്തമാണ്. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.